സഹോദരന്മാരെ, ഏറെ അഭിമാനവും അതിലേറെ ആഹ്ലാദവുമുള്ള ഒരു സദസ്സിലാണ് ഇന്ന് നമ്മൾ സംഘടിച്ചിരിക്കുന്നത്. സ്വാഗത പാസിംഗൻ ഈ യൂണിറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ വളപ്പിൽ ബഷീർ സാഹിബ് എടുത്ത ത്യാഗത്തിൻ്റെ കഥകൾ നമ്മളുമായി പങ്കുവച്ചു. 100% അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ കൃത്യമാണ്, സത്യമാണ്. അതൊരു ആവേശത്തിനോ അല്ലെങ്കിൽ ബഷീർ സാഹിബിനെ വെറുതെ പുകഴ്ത്താനോ വേണ്ടി പറഞ്ഞ വാക്കുകളില്ലെന്ന് കൃത്യമായി അറിയുന്ന വ്യക്തിയാണ് ഞാൻ. കാരണം അദ്ദേഹം അരീക്കാട് യൂണിറ്റിൽ മെക്സവനിലെ ഒരു അംഗമായി അവിടെ സജീവമായി നിലനിൽക്കുന്ന സമയത്ത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് മെക്സവൻ വ്യാപിപ്പിക്കണമെന്ന വളരെ ശക്തമായ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ യൂണിറ്റുമായി അത് സംസാരിച്ചപ്പോൾ അവിടെ നിന്നും അദ്ദേഹത്തിന് യാതൊരുവിധ താല്പര്യവും ഒരു പ്രോത്സാഹനവും ലഭിക്കാതെ വളരെ നിരാശനായി എങ്ങനെ യൂണിറ്റ് തുടങ്ങുമെന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി നമ്മളുമായി ബന്ധപ്പെടുകയും നിരന്തരമായി അദ്ദേഹം ഈ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. തുടക്കത്തിൽ നമ്മളും ഇവിടെയൊക്കെ അദ്ദേഹത്തിന് ആളെ കൂട്ടാൻ സാധിക്കുമോ, വെറുതെ ഒരു യൂണിറ്റ് തുടങ്ങി അത് വെറുതെയാകുമോ, അല്ലെങ്കിൽ അത് വിജയിക്കുമോ എന്നുള്ള ആശങ്കകൾ സ്വാഭാവികമായി ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പരിശ്രമം അവസാനിപ്പിച്ചില്ല, തുടർന്നുകൊണ്ടേയിരുന്നു. നിരന്തരമായി പല സ്ഥലങ്ങൾ പോയി നോക്കുകയും അന്വേഷിക്കുകയും അങ്ങനെ ഒരുപാട് ആളുകളുമായി സംസാരിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് തുടക്കത്തിൽ അത് ഒരു 2-3 മാസക്കാലം തന്നെ വേണ്ടി വന്നു ഈ രീതിയിൽ ഒരു യൂണിറ്റ് ആരംഭിക്കുന്നതിന് വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്തൊരു കാര്യവും നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ അത് തീഷ്ണമായി പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ വളപ്പിൽ ബഷീർ സാഹിബ്. അദ്ദേഹം അത് ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ട് നിരന്തരമായി അത് പരിശ്രമിക്കുകയും വളരെ ആത്മാർത്ഥമായിട്ട് അത് മുന്നേറുകയും ചെയ്തതിൻ്റെ ഒരൊറ്റ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങൾ പ്രോത്സാഹനങ്ങൾ ലഭിക്കാത്തതിൻ്റെ പേരിൽ ഉപേക്ഷിച്ച് പോകാമായിരുന്നു. അദ്ദേഹത്തിന് ഇവിടെ യൂണിറ്റ് തുടങ്ങിയതുകൊണ്ട് വ്യക്തിപരമായി യാതൊരു നേട്ടമോ ഒരു ലാഭമോ ഇല്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലെ അതിശക്തമായ ആഗ്രഹമാണ്, അതിനുള്ള പ്രവർത്തനമാണ് ഇന്ന് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകം അതോടൊപ്പം തന്നെ ഇവിടെ രൂപീകരിക്കാൻ പോകുന്ന കമ്മിറ്റിക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മെക്സവൻ എന്നുള്ളത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഒരു ആരോഗ്യ കൂട്ടായ്മയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് സൗജന്യമായിട്ടാണ്, 1 രൂപ പോലും ആരോടും പ്രതിഫലം വാങ്ങാതെ നമ്മുടെ സമൂഹത്തിൽ ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എല്ലാ മനുഷ്യരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാവർക്കും ആരോഗ്യം ലഭിക്കുന്ന ഒരു ജീവിത ശൈലി പദ്ധതിയാണ് ഈ മെക്സവൻ ഹെൽത്ത് ക്ലബ്ബ്. ഏകദേശം 12 വർഷക്കാലത്തോളം നമ്മുടെ ക്യാപ്റ്റൻ സലാഹുദ്ദീൻ സാറിൻ്റെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായി അദ്ദേഹം അപ്ഡേറ്റ് ചെയ്തു മെക്സവൻ എന്നുള്ള ഇന്നത്തെ 21 തരം വ്യായാമത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെടുകയും അത് ലോകത്തിന് സൗജന്യമായി സമർപ്പിക്കുകയും ചെയ്തു. നമ്മുടെ കോഴിക്കോട് 2024 ജനുവരി മാസം 15-ാം തീയതിയാണ് കോഴിക്കോട് ജില്ലയിലെ തന്നെ ആദ്യത്തെ യൂണിറ്റ് നമ്മുടെ രമേശ് ചേട്ടൻ പറഞ്ഞ പോലെ ആരംഭിക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ മെക്സവൻ്റെ ബ്രാൻഡ് അംബാസഡർ അദ്ദേഹം അത് ഏറ്റെടുക്കുകയും ഇന്ന് ലോകത്തിലെ ഏകദേശം 5000-ഓളം ബ്രാഞ്ചുകൾ വിവിധ ഭാഗങ്ങളിലായി മെക്സവൻ ഈ 2 വർഷക്കാലം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിന് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വീകാര്യതയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഇവിടെ ഇതിന് ഒരുപാട് രീതിയിൽ ഇതിനെ തളർത്താനും വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പല രീതിയിലുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊന്നും തളരാതെ ഇതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുമില്ല എന്നുള്ളത് തന്നെയാണ് മെക്സവൻ. ഇതൊരു തുറന്ന പുസ്തകമാണ്. അതുകൊണ്ട് തന്നെയാണ് മെക്സവൻ ഇന്ന് എല്ലാവരുടെയും ഏറ്റവും വലിയ ഒരു ഹരമായി മാറിയിരിക്കുന്നത്, ഏറ്റവും വലിയ ആവേശമായി മാറിയിരിക്കുന്നത്. നിങ്ങൾ ഓരോ ആളുകളും ഈ ഒളവണ്ണ യൂണിറ്റിനെ ഏറ്റെടുത്തത് കൊണ്ടാണ് ഈ വലിയ രീതിയിലുള്ള വളർച്ച 1.5-45 ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നിങ്ങളുടെ ഒരു വ്യക്തിപരമായ നേട്ടമായി നിങ്ങളിത് സ്വീകരിക്കാൻ പാടില്ല. നിങ്ങളുടെ പ്രദേശത്തുള്ള ആളുകളിലേക്ക് അവർക്ക് കൂടി ഇത് ലഭിക്കുന്ന രീതിയിൽ അവരിലേക്ക് നിങ്ങൾ ഈ സന്ദേശം എത്തിക്കണം. നിങ്ങളുടെ സഹോദരന്മാർക്ക്, നിങ്ങളുടെ സഹോദരിമാർക്ക്, നിങ്ങളുടെ അയൽവാസികൾക്ക്, നിങ്ങളുടെ മറ്റു പ്രദേശത്തുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഇതിൻ്റെ സേവനം ഇതിൻ്റെ അറിവും പകരുക വഴി അവർക്ക് സേവനങ്ങൾ നൽകുക വഴി അവർ കൂടി ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തമാക്കുന്ന ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തമാകുന്ന ഈ ജീവിത പദ്ധതിയിലേക്ക് നിങ്ങൾ അവരെ കൊണ്ടുവരണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.